എവരിവൺ, വെൽക്കം ബാക്ക് ടു ചാനൽ IAS ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. യൂട്ടിലിറ്റി ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയ ജനാധിപത്യമാണ്, അതായത് പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. എന്നാൽ DPSPയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാമ്പത്തിക സാമൂഹിക ജനാധിപത്യമാണ് ഉറപ്പാക്കുന്നത്, അതായത് സോഷ്യലി ആൻഡ് എക്കണോമിക്കൽ ജസ്റ്റിസ്. ആൻഡ് ഓൾസോ BN റാവോ DPSPയെ പറ്റി പറഞ്ഞത് ഇതെന്ന് പറയുന്നത് മോറൽ ആസ്പെക്ട്സ് ആണ്, ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ മോറൽ ആസ്പെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയും ഇതിനെ എന്ത് ചെയ്യാൻ പാടില്ല, നിഷേധിക്കാനോ ഇതിനെ വാല്യൂ കുറച്ച് കാണാനോ സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. DPSP എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പോലെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഗവർണർ ജനറൽസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ DPSP ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിലൂടെ ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓർഡർ എന്ത് ചെയ്യാൻ പറ്റുന്നു, പാലിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ദിസ് DPSP ആക്ട് ആസ് എ ബിക്കോൺ ലൈറ്റ്. ബിക്കോൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിളക്കായിട്ട് എന്തിനു വേണ്ടിയിട്ട്, ജുഡീഷ്യൽ റിവ്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ സാഹചര്യത്തിൽ ഒരു നിയമത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി, അതായത് ഭരണഘടനാ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് കോർട്ടിനെ അല്ലെങ്കിൽ ജുഡീഷ്യറിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിളക്കായിട്ട് എന്തിനെ പറയുകയാണ്, ഇവിടെ DPSPയെ പറയുകയാണ്. ആൻഡ് ഓൾസോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയുന്നത്. പക്ഷേ ഇവിടെ DPSPയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വിശാലത കൂടിയിരിക്കുകയാണ്. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ ആണ് DPSP എന്ത് ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് പ്രിയമ്പിളിലെ ഐഡിയാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഇതിലെല്ലാം ഊന്നൽ നൽകിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, DPSPയിൽ ഓരോ നിയമങ്ങളും അല്ലെങ്കിൽ ഓരോ മാർഗനിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് DPSPയിൽ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പോളിസീസിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഒരു സപ്ലിമെൻ്റ് ആയിട്ടാണ് DPSP നിൽക്കുന്നത്. ആൻഡ് ഓൾസോ DPSPയെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും നിയമങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ എതിർക്കാനുള്ള സാധ്യത DPSP ഒരുക്കുന്നു എന്നുള്ളതാണ്. അത് ജസ്റ്റിസിയബിൾ അല്ലെങ്കിൽ പോലും ഇത് സാധ്യമാണ്. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൽ DPSP ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് പൂർണ്ണമായിട്ടും ഒരു സ്റ്റേറ്റിൽ DPSP ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ എക്കണോമിക് പെർഫോമൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ DPSP. അതായത് നമുക്കറിയാം പൊളിറ്റിക്കൽ ഡെമോക്രസി വിത്തൗട്ട് എക്കണോമിക് ഡെമോക്രസി എന്ന് പറയുന്നത് അതിന് യാതൊരു അർത്ഥവുമില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പൊളിറ്റിക്കൽ ഡെമോക്രസിക്ക് ഊന്നൽ നൽകുമ്പോൾ DPSP എന്താണ് ചെയ്യുന്നത്, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഡെമോക്രസി അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് ആണ് ഉറപ്പാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് DPSP കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ DPSP കൊണ്ടുള്ള നമുക്കുള്ള പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്. സോ നമുക്ക് പോയിന്റ്സ് ഒന്ന് റീകളക്ട് ചെയ്യാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസിയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്, അല്ലെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എന്നാൽ DPSP എന്ന് പറയുമ്പം സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നു. ആൻഡ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിലൂടെ ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് ഓർഡർ സൃഷ്ടിക്കപ്പെടുകയാണ്. ജുഡീഷ്യൽ റിവ്യൂവിൽ ഒരു ബീക്കൺ ലൈറ്റ് ആയിട്ട് DPSP ആക്ട് ചെയ്യുന്നു. പ്രിയമ്പിളിലെ ഐഡിയാസിനെയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ DPSPക്ക് കഴിയുന്നു. ആൻഡ് ഓൾസോ ഡൊമസ്റ്റിക് പോളിസിക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ ഫോറിൻ പോളിസിക്കും DPSP കൊടുക്കുന്നുണ്ട്. DPSPക്ക് എതിരെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസോ അല്ലെങ്കിൽ DPSPയെ വയലേറ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഓപ്പറേഷൻസോ നിയമങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ശക്തമായി ഒപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ വരുന്ന നിയമത്തെ ശക്തമായി ഒപ്പോസ് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ഓൾസോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഒരു സപ്ലിമെൻ്റ് ആയിട്ടാണ് DPSP നിൽക്കുന്നത്. DPSPക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പൊളിറ്റിക്കൽ ഡെമോക്രസി വിത്തൗട്ട് എക്കണോമിക് ഡെമോക്രസി എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല, ഇറ്റ്സ് നോട്ട് സ്റ്റേബിൾ. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പൊളിറ്റിക്കൽ ഡെമോക്രസി ഉറപ്പ് നൽകുമ്പോൾ ഇവിടെ DPSP എന്ത് ചെയ്യുന്നു, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസിയാണ് ഉറപ്പ് നൽകുന്നത്. ആൻഡ് ഒരു സംസ്ഥാനത്ത് പൂർണ്ണമായും DPSP ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ എക്കണോമിക് പെർഫോമൻസ് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു മാർഗ്ഗമില്ല എന്ന് പറയുന്നു.
So that's all about utility of directive principles. And the next topic, conflicts between DPSP and fundamental rights. DPSPയും ഫണ്ടമെൻ്റൽ റൈറ്റ്സും തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണെന്നാണ്. സോ ഈ പോർഷൻ നമ്മൾ കവർ ചെയ്യുന്നത് കുറേയധികം കേസുകളിലൂടെയാണ്. സോ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കേസുകളാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ചെമ്പകദൊരൈരാജൻ കേസ് 1951. സോ ഈ കേസുകൾ എന്താണെന്നും ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇതിലൂടെ ഇതിൻ്റെ ഒരു കൺക്ലൂഷനാണ് DPSPയും ഫണ്ടമെൻ്റൽ റൈറ്റ്സും തമ്മിലുണ്ടായ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് മാത്രമേ നമ്മൾ ഇതിലൂടെ പറയുന്നുള്ളൂ. സോ ചെമ്പകം ദൊരൈരാജൻ കേസ് 1951 സുപ്രീം കോടതി വിധിച്ചത് ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും സർവൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ സുപ്രീം പവർ ആർക്കായിരിക്കും? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനായിരിക്കും. അതുപോലെ തന്നെ പാർലമെൻറ്റിന് ഏത് ഫണ്ടമെൻ്റൽ റൈറ്റും അമെൻമെൻറ്റ് ചെയ്യാനുള്ള, ഭേദഗതി വരുത്താനുള്ള അധികാരം നൽകുകയാണ്. സോ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഒരു 3 അമെൻമെൻറ്റ് കൊണ്ടുവരികയാണ്. ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 1951, ഫോർത്ത് അമെൻമെൻറ്റ് ആക്ട് 1955, 17th അമെൻമെൻറ്റ് ആക്ട് 1964. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏത് വേണമെങ്കിലും ഭേദഗതി വരുത്താമെന്നുള്ളൊരു അധികാരം, ഒരു പവർ കിട്ടിയപ്പോഴേക്കും എന്ത് ചെയ്യും? അവർ വേണമെങ്കിൽ എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും മാറ്റാനോ അല്ലെങ്കിൽ ഭേദഗതി വരുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമതായിട്ട് ഗോലോക്നാഥ് കേസ് വരുന്നത്. ഗോലോക്നാഥ് കേസ് 1967. അപ്പം ഇതിലൂടെ സുപ്രീം കോടതി വിധിച്ചതെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ സാക്രോസാൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് വളരെ സാക്രഡ് ആയിട്ടുള്ള, വളരെ വാല്യുബിൾ ആയിട്ടുള്ള, വെർത്തായിട്ടുള്ളൊരു കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധ്യമല്ല? അമെൻമെൻറ്റ് ചെയ്യാൻ, ഭേദഗതി വരുത്താൻ സാധ്യമല്ല. ഈവൻ DPSP ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണെങ്കിൽ കൂടിയും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഭേദഗതി വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിക്കുന്നു. എന്നാൽ ഇതിന് ശേഷം ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? 2 ഭേദഗതികൾ കൊണ്ടുവരികയാണ്. ദ ഫസ്റ്റ് വൺ ഈസ് 24th അമെൻമെൻറ്റ് ആക്ട്. അതിൽ പറയുന്നത് പാർലമെൻറ്റിന് ഏത് ഫണ്ടമെൻ്റൽ റൈറ്റ്സും അമെൻമെൻറ്റ് ചെയ്യാൻ, ഭേദഗതി ചെയ്യാൻ അധികാരം ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ 25th അമെൻമെൻറ്റ് ആക്ടിലൂടെ പുതിയൊരു ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. അതായത് ആർട്ടിക്കിൾ 31C. ആർട്ടിക്കിൾ 31Cയിൽ പറയുന്നത് ആർട്ടിക്കിൾ 39Bയും ആർട്ടിക്കിൾ 39Cയും ഓൾറെഡി നമ്മൾ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ 2 ആർട്ടിക്കിളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19 ഇവ രണ്ടും വയലേറ്റ് ചെയ്താലും യാതൊരുവിധ പ്രശ്നമില്ല എന്നാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഇത്തരത്തിലൊരു കേസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം വരികയാണെങ്കിൽ അവിടെ കോർട്ടിന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരമില്ല. ഇവിടെ ജുഡീഷ്യൽ റിവ്യൂ വരെ എടുത്തു കളയുകയാണ്. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് വരുന്നതാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. സോ കേശവാനന്ദ ഭാരതി കേസ് വന്നപ്പോഴേക്കും സുപ്രീം കോടതി പറയുകയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് നിയമത്തെ വേണമെങ്കിലും അമെൻമെൻറ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷെ ഒരിക്കലും ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിന് യാതൊരുവിധ മാറ്റവും വരാൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ 25th അമെൻമെൻറ്റ് ആക്ടിലെ സെക്കൻഡ് പ്രൊവിഷൻ പറഞ്ഞിരുന്നു ജുഡീഷ്യൽ റിവ്യൂ എടുത്തു കളഞ്ഞത്. സോ അതിനെ എന്ത് ചെയ്യുകയാണ്? അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് വിധി വരികയും ആ സെക്കൻഡ് പ്രൊവിഷനെ 31Cയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ആണ് ആ ടൈമിൽ. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് എന്ത് ചെയ്തു? പുതിയൊരു അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവരികയാണ്. 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976ലൂടെ. ഓൾറെഡി നമ്മൾ പറഞ്ഞു DPSPയിലെ ആർട്ടിക്കിൾ 39Bയും 39Cയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആർട്ടിക്കിൾ 14ഉം ആർട്ടിക്കിൾ 19ഉം വയലേറ്റ് ചെയ്താൽ യാതൊരു പ്രശ്നമില്ലെന്ന്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ആർട്ടിക്കിൾ 31ൻ്റെ ആ ഒരു സാധ്യത, അതിൻ്റെ ഒരു സ്കോപ്പ് കുറച്ചും കൂടെ അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഏത് DPSP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും ആർട്ടിക്കിൾ 14ഉം 19ഉം വയലേറ്റ് ചെയ്താലും പ്രശ്നമില്ല എന്ന് പുതിയൊരു നിയമം ഈ ഒരു ഭേദഗതിയിലൂടെ കൊണ്ടുവരികയാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് മിനർവ മിൽ കേസാണ് 1980. മിനർവ മിൽ കേസിലൂടെ ഒരു കൺക്ലൂഷനാണ് വരുന്നത്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSP എന്നും പറയുന്നത് എന്താണ്? ഒരു രഥത്തിൻ്റെ 2 ചക്രങ്ങൾ പോലെ, 2 wheels of chariot എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു രഥത്തിൻ്റെ 2 ചക്രങ്ങൾ പോലെയാണ്. സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും തമ്മിൽ എന്ത് ചെയ്യണം? എപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണമെന്നും DPSPയേക്കാൾ എപ്പോഴും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണ് ഒരു സൂപ്പർമസി ഉള്ളതെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെയും DPSP ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാൻ സാധിക്കും? ഭേദഗതി വരുത്താൻ സാധിക്കും. എന്നാൽ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് യാതൊരുവിധ മാറ്റവും വരാൻ പാടില്ല എന്ന് മിനർവ മിൽ കേസിലൂടെ വിധി പ്രഖ്യാപിച്ചു. സോ ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും തമ്മിലുണ്ടായ കോൺഫ്ലിക്ട്സും അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ. നമുക്ക് പോയിന്റ്സ് ഒന്ന് വേഗം റീകളക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ചെമ്പകദൊരൈരാജൻ കേസ്.
അതിൽ പറയുന്നത് DPSPയെക്കാളും എപ്പോഴും ഹയറിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഹയർ സൂപ്പർമസി ഉള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സിനായിരിക്കും. അതുപോലെ തന്നെ ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സും പാർലമെന്റിന് അമെൻമെന്റ് ചെയ്യാം എന്നുള്ളൊരു വിധി കൊണ്ടുവരികയാണ്. അതോടുകൂടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? 3 ഭേദഗതികൾ കൊണ്ടുവരുന്നു. ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് ഓഫ് 1951, ഫോർത്ത് അമെൻമെന്റ് ആക്ട് ഓഫ് 1955, 17th അമെൻമെന്റ് ആക്ട് ഓഫ് 1964. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും വേണമെങ്കിൽ ഭേദഗതി വരുത്താം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമതൊരു കേസ് വരുന്നത്, ഗോലോനാക് കേസ് 1967. ഇതിലൂടെ സുപ്രീം കോടതി പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, വളരെ വർത്തായിട്ടുള്ള, വാല്യബിൾ ആയിട്ടുള്ള ഒന്നാണ്. സോ അതിനെ അമെൻമെന്റ് ചെയ്യാൻ സാധ്യമല്ല. ഈവൻ DPSP ഇംപ്ലിമെന്റ് ചെയ്യാനാണെങ്കിൽ കൂടിയും ഭേദഗതി വരുത്താൻ സാധ്യമല്ല എന്ന് പറയുന്നു. ശേഷം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? 24th അമെൻമെന്റ് ആക്ടും 25th അമെൻമെന്റ് ആക്ടും കൊണ്ടുവരുന്നു. 24th അമെൻമെന്റ് ആക്ടിൽ പറയുന്നത് ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സും അമെൻമെന്റ് ചെയ്യാൻ, ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ട്. 25th അമെൻമെന്റ് ആക്ടിലൂടെ പുതിയൊരു ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്യാണ്, ആർട്ടിക്കിൾ 31C. അതിലെ ഫസ്റ്റ് പ്രൊവിഷനിൽ പറയുന്നു, ആർട്ടിക്കിൾ 39Bയും 39Cയും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19 ഇവ രണ്ടും വയലേറ്റ് ചെയ്താലും യാതൊരുവിധ പ്രശ്നവുമില്ല. അതിൻ്റെ സെക്കൻഡ് പ്രൊവിഷനിൽ പറയുന്നു, ഇത്തരത്തിലൊരു സാഹചര്യം വരികയാണെങ്കിൽ, ഇത്തരത്തിലൊരു കേസ് വരികയാണെങ്കിൽ കോർട്സിന് ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കേസ് എടുക്കാനോ അതിനെതിരെ ആക്ട് ചെയ്യാനോ സാധ്യമല്ല. സോ ജുഡീഷ്യൽ റിവ്യൂ എടുത്ത് കളയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കേശവാനന്ദ ഭാരതി കേസ് വരികയാണ് 1973. അതിൽ പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന് ഏത് നിയമം വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും? ഭേദഗതി വരുത്താം. പക്ഷേ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റാൻ സാധ്യമല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 31Cയിലെ സെക്കൻഡ് പ്രൊവിഷൻ പറഞ്ഞില്ലേ, ജുഡീഷ്യൽ റിവ്യൂ എടുത്ത് കളഞ്ഞു എന്ന്. അതെന്ത് ചെയ്യണം? അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് കാണിച്ചുകൊണ്ട് ആ സെക്കൻഡ് പ്രൊവിഷനെ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? 42nd അമെൻമെന്റ് ആക്ട് 1976 കൊണ്ടുവരുന്നു. ആർട്ടിക്കിൾ 39Bയും Cയും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, DPSPയിലെ ഏത് ആർട്ടിക്കിൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സാഹചര്യത്തിലും ആർട്ടിക്കിൾ 14, 19 വയലേറ്റ് ചെയ്താലും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 31ന്റെ ആ ഒരു സാധ്യത, ആ ഒരു സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി മിനർവ മിൽ കേസ് 1980. അതിലെന്താണ്? അതിലേക്ക് വരുമ്പോൾ, ആ കേസിലേക്ക് വരുമ്പോൾ ഒരു ബാലൻസിങ് നേച്ചറാണ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനാണ് വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിൽ എപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്യണമെന്നും, ഒരു രഥത്തിൻ്റെ 2 ചക്രങ്ങൾ പോലെ വളരെ പ്രധാനപ്പെട്ടവയാണ് രണ്ടും. ആൻഡ് ഓൾസോ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും DPSPയേക്കാൾ സൂപ്പർമസി ഫണ്ടമെന്റൽ റൈറ്റ്സിനായിരിക്കും. DPSP ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് നിയമം വേണമെങ്കിലും ഭേദഗതി, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഏത് നിയമം വേണമെങ്കിലും ഭേദഗതി വരുത്താമെന്നും ബേസിക് സ്ട്രക്ചറിന് യാതൊരുവിധ മാറ്റവും വരാൻ പാടില്ല എന്നും മിനർവ മിൽ കേസിലൂടെ ഫൈനലായിട്ടൊരു വിധി വരികയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ DPSP ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അടുത്തതായി നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലൊരു കമ്പാരിസൺ നോക്കാം. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ്. കാരണം അതെപ്പോഴും സ്റ്റേറ്റിനെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കും. ഒരു വ്യക്തിയുടെ അവകാശങ്ങളാണ് സ്റ്റേറ്റിനെതിരെയുള്ള, അത് നിഷേധിക്കപ്പെടാൻ സാധ്യമല്ല. അതെല്ലാ അവകാശങ്ങളും എന്ത് ചെയ്യണം? ഒരു പൗരന് ഉറപ്പാക്കുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ, രാജ്യത്തിൻ്റെ കടമയാണ്. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് വരുമ്പോഴോ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. കാരണം അവിടെ സ്റ്റേറ്റിന് വേണ്ടുന്ന, എങ്ങനെയായിരിക്കണം ഒരു സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ കുറേയധികം കാര്യങ്ങളാണ്. അവിടെ സ്റ്റേറ്റിൻ്റെ ഒരു വെൽഫെയറിന് വേണ്ടി, സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? ജസ്റ്റിസിയബിൾ ആണ്. DPSP നോൺ ജസ്റ്റിസിയബിൾ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പൊളിറ്റിക്കൽ ഡെമോക്രസി ഉറപ്പാക്കുന്നു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഉറപ്പാക്കുന്നു. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട്? ലീഗൽ സാങ്ഷൻ ഉണ്ട്. പക്ഷേ DPSPക്ക് ഉണ്ടോ? DPSPക്ക് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സാങ്ഷനാണ് ഉള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അതിന് ലീഗൽ എഫക്റ്റ് ഇല്ല. ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഡിവിജ്വലിൻ്റെ വെൽഫെയർ, ഒരു വ്യക്തിയുടെ വെൽഫെയർ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാൽ DPSP ആകട്ടെ ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ ആണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്? പേഴ്സണൽ ആണ്, ഇൻഡിവിജ്വലിസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാം. DPSPയോ സൊസൈറ്റീരിയൻ ആണ്, സോഷ്യലിസ്റ്റിക് ആണെന്ന് പറയാം. ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ലെജിസ്ലേഷൻ ആവശ്യമുണ്ടോ? ദർ ഇസ് നോ റിക്വയർമെന്റ് ഓഫ് ലെജിസ്ലേഷൻ. ബട്ട് DPSP സംബന്ധിച്ചിടത്തോളം ദർ ഇസ് എ നീഡ് ഓഫ് ലെജിസ്ലേഷൻ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് DPSP. ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സ്ഡ് ആണ് അല്ലേ? DPSP എന്താണ്? നോട്ട് ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സ്ഡ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന പോലെ ഏതെങ്കിലും നിയമം വരികയാണെങ്കിൽ അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് കണക്കാക്കാം. അതേ സാഹചര്യത്തിൽ DPSP വയലേറ്റ് ചെയ്യുന്ന പോലെ ഒരു നിയമം വരികയാണെങ്കിൽ അതിനെ നമുക്ക് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് കാണാൻ സാധിക്കില്ല. എന്നിരുന്നാലും അത്തരത്തിലൊരു സാഹചര്യം വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനെപ്പറ്റി വിശദമായി
ചർച്ച ചെയ്യും എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ട് 4 പുറത്തുള്ള കുറേയധികം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒരു 3 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. സോ അതുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലെയിംസ് ഓഫ് SC ആൻഡ് ST ടു സർവീസസ്. അതായത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് അഫയേഴ്സിലേക്ക് SCക്കും STക്കുമുള്ള അപ്പോയിൻമെൻറ്റിനെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. അത് ആർട്ടിക്കിൾ 335 പാർട്ട് 16 ഇതിനെപ്പറ്റി പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻസ്ട്രക്ഷൻ ഇൻ മദർ ടങ്. അതായത് കുട്ടികളുടെ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ത് വേണം, അവരുടെ മദർ ടങ്ങിലായിരിക്കണം അവർക്കത് അനുവദിച്ചു കൊടുക്കേണ്ടത്. അത് ആർട്ടിക്കിൾ 350 പറയുന്നത്, 350A. ആൻഡ് തേർഡ് വൺ ഈസ് ദാറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ്. ഹിന്ദി ലാംഗ്വേജ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഹിന്ദി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പോസിറ്റ് കൾച്ചർ ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് തന്നെ യൂണിയൻ്റെ ഡ്യൂട്ടിയാണ് ഹിന്ദി ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അത് ആർട്ടിക്കിൾ 351 പറയുന്നത്, പാർട്ട് 17. ആൻഡ് ഓൾസോ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് എന്ന് പറയുന്നത് DPSPയിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ബർത്ത് കൺട്രോൾ ലോസ്. ബർത്ത് കൺട്രോളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. ജസ്റ്റ് കേട്ടിരിക്കുക, ജസ്റ്റ് ഓർമ്മയിൽ വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. ഫിക്സേഷൻ ഓഫ് മിനിമം വേജസ്, പ്രൊമോഷൻ ഓഫ് സ്മോൾ കോട്ടേജ് ഇൻഡസ്ട്രീസ്, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് SC ആൻഡ് ST. റൈറ്റ് ടു വർക്ക്, അതായത് നമുക്ക് ഈ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ പാർഷ്യലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഈ ഒരു DPSP മുഖേനയാണ് ഇംപ്ലിമെൻ്റ് ആകുന്നത്. ആൻഡ് ലഞ്ച് പ്ലാൻ, ഉച്ചഭക്ഷണം, പഞ്ചായത്ത് രാജ് സിസ്റ്റം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, പിന്നീട് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട കുറേയധികം നിയമങ്ങൾ. സോ ഇത്രയും കാര്യങ്ങളാണ് DPSPയിലൂടെ ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ള കുറേയധികം നിയമങ്ങൾ. സോ ഇത്രയും കാര്യങ്ങളാണ് DPSP എന്ന ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ.